നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫ്ലട്ടറിലെ റോ വിഡ്ജറ്റ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കോളം വിഡ്ജറ്റിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിരുന്നു. ഇന്ന് നമ്മൾ ഫ്ലട്ടറിലെ കോളം വിഡ്ജറ്റ് റോ വിഡ്ജറ്റ് ആണ് നോക്കുന്നത്. കോളവും റോവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിലെ മെയിൻ ആക്സിസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് കോളത്തിന്റെ കേസിൽ മെയിൻ ആക്സിസ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആക്സിസ് ആണ്, നമ്മൾ നോക്കിയതാണ്. ദെൻ ഇവിടെ റോ ആവുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ മെയിൻ ആക്സിസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആക്സിസ് ആയി മാറും. അതേപോലെ തന്നെ എന്ത് ചെയ്യും, ക്രോസ് ആക്സിസും എന്ത് ചെയ്യും, മാറും. ക്രോസ് ആക്സിസ് കോളത്തിന്റെ കേസിൽ ഹൊറിസോണ്ടൽ ആക്സിസ് ആണെങ്കിൽ റോയുടെ കേസിൽ അത് വെർട്ടിക്കൽ ആക്സിസ് ആയി മാറും. ഈ മെയിൻ ആക്സിസിലായിരിക്കും എന്ത് ചെയ്യുക, ചിൽഡ്രൻ ആഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ അപ്പൊ നമുക്ക് നമ്മുടെ യു ഐയിൽ ഒരു മൾട്ടി ചൈൽഡ് വിഡ്ജറ്റ് വേണം. ആൻഡ് ഒരു റോയിൽ എന്ത് ചെയ്യണം, മൾട്ടിപ്പിൾ ചിൽഡ്രൻ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, we are actually using raw widget. See, I have an app running here. നമ്മൾ ഇതിൽ എന്ത് ചെയ്യാണ്, നമ്മളുടെ കോളം ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ ഓൾറെഡി ഈ ടെംപ്ലേറ്റ് കോഡാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കിവിടെ ഹോം പേജ് കാണാം. ഞാനത് എഡിറ്റ് ചെയ്യുന്നില്ല. ഐ ഹാവ് സം ഇഷ്യൂ വിത്ത് മൈ എമുലേറ്റർ. ലെറ്റ് മീ ക്ലോസ് ദിസ് ആപ്പ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാനിതിൽ ഈ മൈ ഹോം പേജ് എന്നുള്ളത് ഞാനൊന്ന് ഡിലീറ്റ് ചെയ്യണം. I'm going to start a new class, stateless widget. Okay, so ഞാൻ പുതിയൊരു ക്ലാസ് ആഡ് ചെയ്തു, മൈ ഹോം പേജ്. ദെൻ അതിലൊരു സ്കഫോൾഡ് ഉണ്ട്, അത് റിട്ടേൺ ചെയ്യുന്നത് സ്കഫോൾഡ് ആണ്. ദെൻ ബോഡി, ഐ ഹാവ് എ കണ്ടെയ്നർ. I'm going to give a height for this container. Give a height of I'm going to give you an infinite height. It's double dot infinity. Then you can give a width infinity. Okay, so ഈ ഒരു കണ്ടെയ്നറിനുള്ളിലാണ് നമുക്ക് എന്ത് വേണ്ടത്, ഐ നീഡ് ദ ചിൽഡ്രൻ. ലൈക്ക് ഇവിടെയാണ് നമ്മളുടെ എന്ത് ഈ ഹോം പേജിൽ യു ഐ വരുന്നത്. അതിൽ ആദ്യം എനിക്ക് വേണ്ടത് I have a column. Okay, I'm going to add a column. We are talking about a row, but I'm going to add a column here. And കോളത്തിന് എന്ത് കാണും, ചിൽഡ്രൻ കാണും. ആൻഡ് ഫസ്റ്റ് ചിൽഡ്രൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത്, I want to show my latest offers. Okay, I need a row, a scrollable row. അതിനകത്ത് എന്ത് ചെയ്യണം, നമ്മുടെ ലേറ്റസ്റ്റ് ഓഫേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിനകത്തുള്ള ഓഫേഴ്സ് നമുക്ക് എന്ത് ചെയ്യണം, ലിസ്റ്റ് ഔട്ട് ചെയ്യണം. യൂസേഴ്സിന് അത് എന്ത് ചെയ്യാൻ പറ്റണം, ഹൊറിസോണ്ടലി സ്ക്രോൾ ചെയ്യാൻ പറ്റണം. ഇതാണ് നമ്മൾ ഉദ്ദേശം. സോ അപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ കോളം ഇപ്പോൾ എന്ത് ചെയ്യും, ഈ കോളം വിൽ ടേക്ക് ദ ഫുൾ ഹൈറ്റ്. ഇതിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കിയതാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെയിൻ ആക്സിസ് അലൈൻമെന്റ് കൊടുക്കാം. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഫ്രം ദ സ്റ്റാർട്ട്. ഓക്കെ, ദെൻ ദ ക്രോസ് ആക്സിസ് അലൈൻമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ ഫ്രം സ്റ്റാർട്ട്. സോ അപ്പോൾ എന്ത് ചെയ്യും, ഈ ടെക്സ്റ്റ് ഒക്കെ എന്ത് ചെയ്യും, ലെഫ്റ്റ് അലൈൻഡ് ആവും. ഓക്കെ, ദെൻ ഇനി ഞാനിവിടെ ചെയ്യുന്നത്, I want to add a row here. Okay, a row. Okay, row also have children. Children ആയിരിക്കും ഉണ്ടാവുക. Then children എന്ന് പറയുന്നത്, the first thing is a container. So we are showing a cards, some cards. ആ കാർഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഞാനിപ്പോൾ ആ കാർഡ് ഫുള്ളായിട്ട് ഡിസൈൻ ചെയ്യുന്നില്ല. ജസ്റ്റ് give a height of 100. കാർഡിന് ഒരു വിഡ്ത്ത് കൊടുത്തു, 250 width. Then I'm going to give a color. നമുക്ക് ആ കാർഡ് ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി let me give a color of grey. ഒരു ഗ്രേ കളർ ഞാൻ പ്രൊവൈഡ് ചെയ്തു. ഇതാണ് നമ്മളുടെ എന്ത് ഈ റോഡ് അണ്ടറിൽ വരുന്ന ഒരു ചൈൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ ചൈൽഡ് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ആഡ് ചെയ്യാം. ബിക്കോസ് ദിസ് ഇസ് എ ലിസ്റ്റ്. ഓക്കെ, ലിസ്റ്റ് ഓഫ് വിഡ്ജറ്റ് ആണ്. ഓക്കെ, ലെറ്റ് മീ റൺ ദിസ്. ഓക്കെ, റോയുടെ കേസിൽ റോ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതാണ് നമ്മളുടെ മൊബൈൽ സ്ക്രീൻ എങ്കിൽ വി വാണ്ട് ദ റോ ലൈക്ക് ദിസ്. ഇതാണ്, ദിസ് ഈസ് അവർ ഫസ്റ്റ് റോ. ദെൻ ഇഫ് യു വാണ്ട് അനദർ റോ, ദിസ് ഈസ് അവർ സെക്കൻഡ് റോ. ഓക്കെ, ഇതാണ് നമ്മളുടെ എന്ത് റോ എന്നുള്ള കൺസെപ്റ്റ്. ആൻഡ് ഓൾ ദീസ് തിങ്സ് ആർ ഇൻസൈഡ് എ കോളം. ബിക്കോസ് നമുക്ക് താഴോട്ട് എലമെന്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഇതെല്ലാം എന്തിലായിരിക്കും, ഒരു കോളത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്,
ഇത് ഇവരെല്ലാം കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു റോ ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. കോളം നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. അപ്പോൾ ഈ റോയിൽ ഈ ഒരു സിംഗിൾ റോ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ റോ. ഇത് സിംഗിൾ റോ. ഇതിൽ എലമെന്റ്സ് ആഡ് ആയി വരുന്നത് ഹൊറിസോണ്ടലി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, എലമെന്റ് ഇതിലേക്ക് എന്ത് ചെയ്യുന്നത് ആഡ് ആയി വരുന്നത് ലൈക്ക് ദിസ്. ഓക്കെ. അപ്പൊ ഇവിടെ മെയിൻ ആക്സിസ് എന്ന് പറയുന്നത് ദിസ് ഇസ് എ മെയിൻ ആക്സിസ്. ബിക്കോസ് നമ്മൾ പറഞ്ഞു ഏത് ആക്സിസിലാണോ എലമെന്റ് ആഡ് ആയി വരുന്നത് അതാണ് എന്ത് മെയിൻ ആക്സിസ്. ദാറ്റ് ഈസ് ദിസ് ഇസ് ഹൊറിസോണ്ടൽ ആക്സിസ്. ഇത് ഹൊറിസോണ്ടൽ ആക്സിസ് ആണ്. This is horizontal axis. Okay. Then I have a typo. Horizontal axis. Then ഈ ആക്സിസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈക്ക് നമ്മൾ കോളത്തിൽ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം, ഹൊറിസോണ്ടൽ ആക്സിസിൽ നമുക്ക് അല്ലെങ്കിൽ മെയിൻ ആക്സിസിൽ നമുക്ക് എലമെന്റിനെ അലൈൻ ചെയ്യാൻ കഴിയും. ദെൻ ഇതിനെ കട്ട് ചെയ്ത് പോകുന്ന ഒരു ആക്സിസ് ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ക്രോസ് ആക്സിസ് എന്നുള്ളത്. ദിസ് ഇസ് എ ക്രോസ് ആക്സിസ്. റോയുടെ കേസിൽ ക്രോസ് ആക്സിസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വെർട്ടിക്കൽ ആക്സിസ്. Okay. So cross axis എന്തായിരിക്കും, vertical axis ആയിരിക്കും. And you can also align elements in this axis. ഈ ആക്സിസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലമെന്റ് അലൈൻ ചെയ്യാം. ദാറ്റ് മീൻസ് സ്റ്റാർട്ട്, ഇതാണ് ആക്സിസ് തുടങ്ങുന്നത്, സ്റ്റാർട്ടിൽ അലൈൻ ചെയ്യാം, സെന്ററിൽ അലൈൻ ചെയ്യാം, ദെൻ എൻഡിൽ അലൈൻ ചെയ്യാം. ദാറ്റ് മീൻസ് ആസ് എ വോൾ ഈ റോ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ആക്സിസിൽ മൂവ് ചെയ്യുന്നത്. ദെൻ അതിലെ ഓരോ ചിൽഡ്രൻ അല്ലെങ്കിൽ അതിനകത്തുള്ള ചിൽഡ്രൻ നിങ്ങൾക്ക് അലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൊറിസോണ്ടൽ ആക്സിസ്, മെയിൻ ആക്സിസ് അലൈൻമെന്റ് ആണ് ഉപയോഗിക്കുക. ഓക്കെ. ഇത് നമ്മൾ ഓൾറെഡി കോളത്തിന്റെ കേസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഓക്കെ. സോ അപ്പോൾ അതാണ് എന്ത് നമ്മളുടെ ആക്സിസ് അലൈൻമെന്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മളുടെ ഇതിനകത്ത് ഇപ്പോൾ ആക്സിസ് അലൈൻമെന്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ നമുക്ക് മെയിൻ ആക്സിസ് അലൈൻമെന്റ് കൊടുക്കാം, ദെൻ ക്രോസ് ആക്സിസ് അലൈൻമെന്റ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ. സോ എൻ്റെ എമുലേറ്റർ ഒന്ന് സ്റ്റാർട്ടായി വരട്ടെ, നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ. ഓക്കെ. നമ്മൾ എമുലേറ്ററിൽ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിനകത്ത് ആപ്പ് ബാർ ഒന്നുമില്ല, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു വിയേർഡ് ലുക്കിൽ വന്നിരിക്കുന്നത്. സോ യു കൻ ആഡ് ആൻ ആപ്പ് ബാർ ഹിയർ. യു നോ ഹൗ ടു ആഡ് ആൻ ആപ്പ് ബാർ. ആപ്പ് ബാർ and that is app bar. Okay. ആപ്പ് ബാർ സ്കഫോൾഡിന്റെ പ്രോപ്പർട്ടിയാണ്. ഓക്കെ. ഐ എം ഗോയിങ് ടു റീലോഡ് ഇറ്റ്. നമുക്കൊരു ആപ്പ് ബാർ കിട്ടണം. ഇനി ഇവിടെ കണ്ടോ, ഇത് ലെഫ്റ്റിൽ ടച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, യു കൻ ഹാവ് എ പാഡിങ്. യു കൻ ആഡ് എ പാഡിങ് ഹിയർ. പാഡിങ് വരുന്നത് എഡ്ജ് ഇൻസെറ്റ് എന്നാണ്. ഇതൊക്കെ നമ്മൾ നോക്കിയതാണ്. എഡ്ജ് ഇൻസെറ്റ് ഇത് അറിയില്ല, അതിൽ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, നിങ്ങൾക്കത് കാണാം. എഡ്ജ് ഇൻസെറ്റ് .20. ഓക്കെ. സോ അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് വരും. ഓക്കെ. ലെഫ്റ്റ് സൈഡിലും അറൌണ്ട് 20 ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് ബോട്ടം ഒക്കെ എന്ത് ചെയ്യും, 20 പാഡിങ് വരും. Now you can see the padding here. Okay, and ഈ app bar white ആണ് because we are using this material theme. Okay, you can give a app bar color. ഇവിടെ നമുക്ക് background color കൊടുക്കാം. Background color I'm going to give a color of teal. Teal എന്നുള്ള കളർ കൊടുത്തു. Save it. Okay, അത് റീലോഡ് ആയി വരട്ടെ. ഇപ്പൊ നമുക്ക് കാണാം ഇവിടെ ഒരു കണ്ടെയ്നർ ഉണ്ട് കോളത്തിനകത്ത്. ദെൻ ഐ വാണ്ട് കാർഡ്സ് ലൈക്ക് ദിസ്. ഇതേപോലത്തെ ഇനിയും കണ്ടെയ്നേഴ്സ് വേണം. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യും, അടുത്തത് ആഡ് ചെയ്തു. ഓക്കെ. റീലോഡ് ചെയ്തു. അപ്പൊ ഇവിടെ എന്ത് വരും, അടുത്ത കണ്ടെയ്നർ സൂം ദിസ്. ഓക്കെ. അടുത്ത കണ്ടെയ്നർ ഇവിടെ വരും. പക്ഷെ ഇവിടെ ഒരു എറർ വരും, റെൻഡർ ഫ്ലക്സ് എറർ വരും. ബിക്കോസ് നമ്മളെ ആ ഒരു കണ്ടെയ്നർ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ കൊള്ളില്ല. ഓക്കെ. ഈ ഒരു അവൈലബിൾ വിഡ്ത്തിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അതിനെ ഫിറ്റ് ചെയ്യിക്കാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ഉപയോഗിക്കാം. ഒന്നെങ്കിൽ എക്സ്പാൻഡഡ് വിഡ്ജറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അതിനെ എന്ത് ചെയ്യാം, ഫിറ്റ് ചെയ്യിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്ക്രോൾ ആണ് വേണ്ടതെങ്കിൽ യു ക്യാൻ ആഡ് എ സ്ക്രോൾ. നമുക്ക് ഇപ്പൊ നമ്മൾ റോ ആഡ് ചെയ്തപ്പോൾ കണ്ടിരുന്നു, നിങ്ങൾക്ക് വെർട്ടിക്കൽ ഹൈറ്റിനേക്കാളും കൂടുതൽ എലമെന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഒരു സിംഗിൾ ചൈൽഡ് സ്ക്രോൾ വ്യൂ വെച്ചിട്ട് റാപ്പ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതിന് സ്ക്രോൾ എനേബിൾ ചെയ്യും. അതേപോലെ നിങ്ങൾക്ക് ആ ഒരു സിംഗിൾ ചൈൽഡ് സ്ക്രോൾ വ്യൂ ഇവിടെയും പോസിബിൾ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ സ്ക്രോൾ, ഈ ഒരു എറർ ഇവിടെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, യു നീഡ് ദിസ് ടു ബി എ സ്ക്രോളബിൾ തിങ്. ഇതിലുള്ള കണ്ടന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ക്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, ഇതിനെ റാപ്പ് വിത്ത് സിംഗിൾ ചൈൽഡ് സ്ക്രോൾ വ്യൂ എന്ന് കൊടുക്കാം. ഓക്കെ. ഡീഫോൾട്ട് സിംഗിൾ ചൈൽഡ് സ്ക്രോൾ വ്യൂവിന്റെ സ്ക്രോൾ ഡയറക്ഷൻ എന്ന് പറയുന്നത്, സ്ക്രോൾ ഡയറക്ഷൻ ഒന്നും കൊടുത്തില്ലെങ്കിൽ അത് വെർട്ടിക്കൽ ആയിരിക്കും. ദാറ്റ് മീൻസ് നമ്മൾ കോളത്തിന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ സിംഗിൾ ചൈൽഡ് സ്ക്രോൾ വ്യൂ റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വെർട്ടിക്കൽ ആക്സിൽ സ്ക്രോൾ ആവും. പക്ഷേ നമ്മളത് റോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആക്സിസ് ആണ് സ്ക്രോൾ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യണം, യു ഹാവ് ടു മെൻഷൻ ദാറ്റ് ഡയറക്ഷൻ. സോ ഞാൻ ഹൊറിസോണ്ടൽ എന്ന് കൊടുത്തു. ഓക്കെ. ലെറ്റ് മീ സേ ദിസ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും, സ്ക്രോൾ വരും. ഇവിടെ നിങ്ങൾക്ക് ഇതൊരു ഒറ്റ ബോക്സ് പോലെ അല്ലെങ്കിൽ ഒരു ഗ്രേ ബോക്സ് രണ്ടെണ്ണമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അതിന് കാരണം ഇവിടെ എന്തില്ല,
ഈ കണ്ടെയ്നർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു സ്പേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ജസ്റ്റ് ഒരു എം ടി ബോക്സ് അവിടെ വേണം, അല്ലെങ്കിൽ ഒരു എം ടി സ്പേസ് വരണം. ഞാൻ 10 എന്ന് കൊടുത്തു, ഒരു സൈസ് ടു ബോക്സ് ആഡ് ചെയ്തു. ഇത് കോളത്തിലായതുകൊണ്ടാണ്, റോഡ് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത്, നമുക്ക് വിഡ്ത്ത് ആണ് എന്ത് ചെയ്യേണ്ടത്, കിട്ടേണ്ടത്. അതുകൊണ്ട് നമ്മൾ വിഡ്ത്ത് ആഡ് ചെയ്തു. ഇത് സൈസ് കോളം ആണെങ്കിൽ എന്ത് ചെയ്യണം, ദാറ്റ് ഷുഡ് ബി ഹൈറ്റ്. ഓക്കെ, ദെൻ സേവ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ യു ക്യാൻ സീ എ ഗ്യാപ്പ് ഹിയർ. ഇവിടെ നമുക്ക് എന്ത് വരും, ഈ രണ്ട് എലമെന്റുകൾ തമ്മിൽ, രണ്ട് ചിൽഡ്രന്റെ ഇടയ്ക്ക് എന്ത് വരും, അല്ലെങ്കിൽ രണ്ട് ചൈൽഡിന്റെ ഇടയ്ക്ക് എന്ത് വരും, ഒരു 10 വിഡ്ത്ത് നമ്മൾ എന്ത് ചെയ്തു, അസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ സി നൗ ദിസ് ഇസ് സ്ക്രോളബിൾ. ഇതെന്തായിരിക്കും, നമുക്ക് സ്ക്രോൾ ചെയ്യാൻ കഴിയും. ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ക്രോൾ ആഡ് ചെയ്തിട്ടുണ്ട്. Let me save this. ഇനി ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ സ്ക്രോൾ ആവുന്നില്ലല്ലോ. ഇതേപോലെ ഇനിയും എലമെന്റ്സ് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ഇതിന്റെയൊക്കെ സൈസ് ഒന്ന് കുറയ്ക്കുന്നുണ്ട്. ഈ വിഡ്ത്ത് നമുക്ക് ആ അലൈൻമെന്റ് നോക്കാൻ വേണ്ടി വിഡ്ത്ത് ഓഫ് 50 എന്ന് ഞാൻ കൊടുത്തു. ആൻഡ് ദിസ് ഇസ് വിഡ്ത്ത് ഓഫ് 50. ദെൻ സേവ് ഇറ്റ്. അപ്പോൾ ചെറിയ ബോക്സുകൾ വരും. മെയിൻ ആക്സിസിലും ക്രോസ് ആക്സിസും ഒക്കെയാണ് അലൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയാണ്. ഓക്കെ, now you have small boxes here. Then you can align this. ഇവിടെ നമുക്ക് മെയിൻ ആക്സിസിൽ അലൈൻ ചെയ്യാം. മെയിൻ ആക്സിസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആക്സിസ് ആണ്. ഐ ആം ഗോയിങ് ടു ഗിവ് എൻഡ്. ഞാനിതിൽ എൻഡ് എന്ന് പ്രൊവൈഡ് ചെയ്തു. ഇത് എൻഡിലേക്ക് പോവില്ല, ബിക്കോസ് ഇവിടെ എന്ത് കണ്ടോ, ഇവിടെ ഈ സ്ക്രോൾ കിടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ലെങ്ത് ആയിരിക്കും ആക്സിസിന് ഉണ്ടാവും. ബിക്കോസ് അതിന്റെ എൻഡ് എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്, ഈ സ്ക്രോള്. അതവിടെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യില്ല, ഈ മെയിൻ ആക്സിസ് അലൈൻമെന്റ് ആക്റ്റീവ് ആയിരിക്കില്ല. ബിക്കോസ് നമ്മളത് കോളത്തിന്റെ കേസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ് എന്താണ് അവിടെ സംഭവിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഞാനിവിടെ ആ സിംഗിൾ ചൈൽഡ് സ്ക്രോളിനെ റിമൂവ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി ഇത് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ സൈഡിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, എൻഡിലേക്ക് വന്നിട്ടുണ്ടാവും. ഓക്കെ, ദെൻ അതേപോലെ നിങ്ങൾക്ക് എന്തുണ്ട്, എൻഡ് ഉണ്ട്, സ്പേസ് ബിറ്റ്വീൻ, അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ, സ്പേസ് ബിറ്റ്വീൻ, സ്പേസ് അറൌണ്ട്, സ്പേസ് ഈവൻലി, അങ്ങനത്തെ ഒക്കെ ഇതിനകത്ത് എന്തായിരിക്കും, അവൈലബിൾ ആയിരിക്കും. ഇത് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾക്ക് കോളത്തിന്റെ കേസിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉണ്ട്. അതെന്താണെന്ന് ഓരോന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത് ഈ വീഡിയോ അത്ര ലെങ്തി ആക്കുന്നില്ല. നിങ്ങൾക്ക് ഓൾറെഡി സെയിം ഇത് റോ ആയി മാറി എന്നുള്ള ഒരേ ഒരു മാറ്റമുള്ളൂ. ആക്സിസ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ടോഗിൾ ചെയ്തു എന്നുള്ള മാറ്റമുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ക്രോസ് ആക്സിസ് നോക്കാം. അതായത് ഇതിലെ ക്രോസ് ആക്സിസ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആക്സിസ് ആണ്. ഞാനിവിടെ ഇതിലെ ക്രോസ് ആക്സിസിൽ അലൈൻമെന്റ് സെന്റർ എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും ചിലപ്പോൾ ഫീൽ ചെയ്യില്ല. ബിക്കോസ് ഇതിലെ ക്രോസ് ആക്സിസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിന്റെ ഹൈറ്റ് നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ ഹൈറ്റ് ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഡിറ്റർമിൻ ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് ഈ റോയ്ക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഹൈറ്റ് ഇവിടെ എന്ത് ചെയ്തില്ല, പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഞാനിവിടെ ഈ റോയെ റാപ്പ് വിത്ത് എ കണ്ടെയ്നർ, ഐ ആം ഗോയിങ് ടു ഗിവ് എ ഹൈറ്റ് ഓഫ് 200 എന്ന് കൊടുക്കുകയാണ്. ആ റോ ഒന്ന് ആ കണ്ടെയ്നർ കാണാൻ വേണ്ടി ഞാൻ റെഡ് കളർ കൊടുത്തു. ഓക്കെ, ഞാൻ സേവ് ചെയ്തു. അപ്പൊ നമുക്ക് ഒരു ബോക്സ് വരും, ഒരു റെഡ് ബോക്സ്. ആ ബോക്സിന്റെ ഉള്ളിലായിരിക്കും എന്തുണ്ടായിരിക്കുക, ഈ റോ കിടക്കുന്നുണ്ടാവും. ഓക്കെ, ഞാനിവിടെ അതിന്റെ ക്രോസ് ആക്സിസ് അലൈൻമെന്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊന്ന് റണ്ണായി വരട്ടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ ക്രോസ് ആക്സിസിൽ ആ ഒരു ഹൈറ്റിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ അലൈൻ ചെയ്യാൻ പറ്റും. നൗ യു ക്യാൻ സി, ഇത് ഞാൻ മെയിൻ ആക്സിസ് എൻഡ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ കിടക്കുന്നത്. ക്രോസ് ആക്സിസ് അലൈൻമെന്റ് സെന്റർ കൊടുത്തുകൊണ്ടാണ് എൻഡിൽ പോയിട്ട് സെന്ററിൽ വന്നത്. ഐ ആം ഗോയിങ് ടു ഗിവ് ദിസ് ആസ് സെന്റർ. ഞാൻ മെയിൻ ആക്സിസ് അലൈൻമെന്റ് സെന്റർ കൊടുത്തു, ക്രോസ് ആക്സിസ് അലൈൻമെന്റ് സെന്റർ കൊടുത്തു. നൗ യു ഹാവ് ദിസ് റോ ഇൻസൈഡ് ഇൻ ദ സെന്റർ ഓഫ് ദിസ് കണ്ടെയ്നർ. ഈ കണ്ടെയ്നറിന്റെ ഒത്ത നടുവിൽ ഇത് വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ക്രോസ് ആക്സിസ് അലൈൻമെന്റ് പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് റോ എന്നുള്ള കൺസെപ്റ്റ്. ആൻഡ് ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ റോ ആൻഡ് കോളം. ദ ഓൺലി ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിലെ ആക്സിസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. റിമെമ്പർ, റോ എപ്പോഴും എന്തായിരിക്കും, മെയിൻ ആക്സിസിലായിരിക്കും എലമെന്റ് ആഡ് ആവുന്നത്. കോളത്തിന്റെ കേസ് ആണെങ്കിൽ അത് വെർട്ടിക്കൽ ആക്സിസ് ആയിരിക്കും. ആൻഡ് ഇഫ് യു വാണ്ട് എ സ്ക്രോളബിൾ റോ, wrap it with a single child scroll view and make sure that you provided this axis direction കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഓക്കെ, ദെൻ ക്രോസ് ആക്സിസിൽ നിങ്ങൾക്ക് അലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ റോ കിടക്കുന്നത് ഒരു ഫിക്സഡ് വിഡ്ത്ത് ഉള്ള ഒരു പാരന്റിനുള്ളിലായിരിക്കണം. അപ്പോഴേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഹൈറ്റിൽ, ഫിക്സഡ് ഹൈറ്റ് ഉള്ള പാരന്റിലായിരിക്കണം, ആ ഹൈറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അലൈൻ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ,
സോ കോളം റോ കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ വീഡിയോ ഉണ്ട്, കോളത്തിന്റെ വീഡിയോ ആൻഡ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് വിത്ത് ഡയഗ്രാംസ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എന്താണ് കൺസെപ്റ്റ് എന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അത് വാച്ച് ചെയ്യാം. ഓക്കെ, എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.